റിലാക്സ് ഫോഴ്സും യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡവും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ആശ്രയിക്കുന്നവർ മാത്രമേ ഞങ്ങൾ അഭയം കൊടുക്കൂ, അതായത് അവരെ രക്ഷിക്കൂ. കാരണം ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഞങ്ങളുടെ ആ ഒരു ഹെൽപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ തലയുടെ ഉള്ളിൽ കുറച്ചെങ്കിലും ബുദ്ധി വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടി അറിവ് വേണം. ഇവിടുത്തെ ഡോക്ടർമാരാണെങ്കിൽ ഈ പറയുന്ന ജുഡീഷ്യറി, ഈ പറയുന്ന പൊളിറ്റിക്സ്, ഇതെല്ലാവരും പഠിച്ചിരിക്കുന്നത് അവർ എന്താണോ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിൽ പോലും അല്ലെ, ഇവിടെ ആർക്കും ജോലിയില്ലാത്തൊരവസ്ഥ, എന്നിട്ടും പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡെവലപ്ഡ് കൺട്രീസ്, ചൈന, ജപ്പാൻ, ഇതെല്ലാം അമേരിക്കനെ പണ്ടേ കട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അവരിപ്പോ പരമാന അവസ്ഥയിലെത്തി, അതായത് അത്ര ടോപ്പ് എത്തിക്കഴിഞ്ഞു. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും എല്ലാം ആണെങ്കിലും ഇപ്പൊ റോഡെല്ലാം അല്ലെ കുണ്ടും കുഴിയാണ്. അതായത് ഇവിടുത്തെ ഒരു റോഡ് അല്ലെ, മനുഷ്യന് കണ്ണും പൂട്ടിയാൽ പോലും വീഴാൻ പാടില്ലാത്തൊരു റോഡില് ക്രൂരമായ കുഴികൾ, ഇതടക്കാൻ പോലും പ്രാപ്തിയില്ലാത്തൊരു പൊളിറ്റിക്സും അത് ചോദ്യം ചെയ്യാത്തൊരു ജുഡീഷ്യറി അല്ലെ. ജുഡീഷ്യറി പറയുന്നത് നിങ്ങൾ എഴുതി തരൂ, നിങ്ങൾക്ക് റോഡ് റെഡിയാക്കാൻ പറ്റില്ലെങ്കിൽ എഴുതി തരൂ എന്ന് പറഞ്ഞേക്കുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറെ വിഡ്ഢികൾ കുറെ മാസ് ബീജം ഇടുന്നു, അതായത് ഈ 2K പിള്ളേര്. അപ്പോൾ അങ്ങനത്തെ ഒരു വിഡ്ഢി സമൂഹത്തിന്റെ ഉള്ളില് നിങ്ങളുടെ പണം പോയാൽ പോലും നിങ്ങൾക്ക് ആരോടും പരാതി പറയാൻ പറ്റില്ല. ഓക്കെ, കാരണം ആ പരാതി പറയുന്ന ആൾക്കാരും ഇങ്ങനെ ഇരിക്കും, കാരണം അവരുടെ പണവും പോയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സിസ്റ്റം ഇവിടെ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത് റിലാക്സ് ഫോഴ്സും യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡവും ആ ഒരു ബോധമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ശരിയാണ്, ഈ പറയുന്നതെല്ലാം നടക്കാനുള്ള കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് തലച്ചോറിൽ കുറച്ചെങ്കിലും ഒരു ലൈറ്റ് ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെ ഞങ്ങൾ സംരക്ഷിക്കുന്നതാണ്. കാരണം അല്ലാത്തവർ നശിച്ചതിനെ പോകണം. കാരണം ഇവിടെ ബുദ്ധിയില്ലാത്ത ഒരുപാട് ആൾക്കാർ വൈഡ് സ്പ്രെഡ് ആയിരിക്കുന്നു. അതായത് അങ്ങനെ വൈഡ് സ്പ്രെഡ് ആകുമ്പോൾ എന്താണ്, അവരുടെ കുഞ്ഞുങ്ങൾ ആ ഒരു ബുദ്ധിയില്ലായ്മ അവർ പകർന്നു കൊടുക്കും. അങ്ങനെ ഒരു ബുദ്ധിയില്ലാത്ത സമൂഹം അല്ലെ ഇപ്പൊ കാണുന്ന ആ ഒരു സമൂഹം എത്തിക്കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കത്തിച്ചാലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ചവറ് കത്തിച്ചാലോ നമുക്കും സ്വന്തമായിട്ടും ശ്വസിച്ചാൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാവുന്ന പോലും ചിന്തിക്കാൻ ബോധമില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. കാരണം ഇന്നലെ തന്നെ എന്റെ വീടിന്റെ അടുത്തൊരു ചേച്ചി കത്തിച്ചുകൊണ്ടിരിക്കും, ഞാൻ പോയി കിടത്തിയപ്പോൾ അവർ എന്നോട് ദേഷ്യപ്പെടുന്നത്. സംഭവം അവരുടെ കുഞ്ഞു ഉൾപ്പെടെയാണ് അത് ശ്വസിക്കുന്നത്, ആ കൊച്ചിന് ആ ഒരു ഹാനികരമായിട്ടുള്ള എഫക്ട് ഉണ്ടാവുന്നത്. അതോടൊപ്പം കുടിവെള്ളത്തിൽ വിഷം, ഈ പറയുന്ന ഫുഡിൽ വിഷം, മൈക്രോ പ്ലാസ്റ്റിക്, ഇതെല്ലാം അടങ്ങിയിട്ടും ആൾക്കാർ ഇപ്പോഴും ഇതൊന്നും പ്രതികരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ പ്രതികരിക്കാത്ത ആൾക്കാര് മരണം അല്ലെങ്കിൽ അവർക്കൊരു നശിച്ചൊരു ജീവിതം, അവരുടെ ശരീരം നശിച്ച ആശുപത്രികളിൽ അങ്ങനത്തെ ഒരു ജീവിതം അവർ ജീവിച്ചേ പറ്റൂ. കാരണം അവരതിനു വേണ്ടി പ്രതികരിച്ചില്ല, അവരതിനു വേണ്ടി മാറി ചിന്തിക്കാൻ പോലും അവര് അവസരം കൊടുത്തില്ല. അപ്പോൾ എന്താണ് കാര്യം, അപ്പൊ അവരില്ലാതാവണം. പക്ഷേ റിലാക്സ് ഫോഴ്സ് അങ്ങനെയല്ല, കുറച്ച് നന്മകളും നല്ല ധർമ്മവും കാര്യങ്ങളെല്ലാം ആൾക്കാർ, അതായത് ജീവിക്കണം, ഈ ലോകം ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരുപാട് പേരെ സഹായിക്കണം, ആ ഒരു മനോഭാവമുള്ള ആളുകളെ എല്ലാവരെയും റിലാക്സ് ഫോഴ്സ് സംരക്ഷിക്കുന്നതാണ്. അതായത് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ് പണത്തിന്റെ പുറകെ പോയ എലികൾ എല്ലാവരും ഇപ്പോ ആ പണത്തിന് വേണ്ടി ഓടേണ്ട ഒരു അവസ്ഥ ഇവിടെ എത്തിക്കഴിയും. കാരണം അല്ലേ, എന്ന് പോകുന്നറിയില്ല, അക്കൗണ്ടിൽ എന്ന് പൈസ പോകുന്നറിയില്ല, ഒരു ദിവസം പോയിരിക്കും അല്ലെ. അത് തന്നെയാണ് അവർക്ക് വേണ്ടത്. കാരണം അങ്ങനെ ആക്കി കഴിഞ്ഞു, ജസ്റ്റ് ഒരു സ്വിച്ച് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സെർവർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോവും പണമെല്ലാം. ഓക്കെ, കാരണം ഇതൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ ഒരു എലികൾ അവിടെ കിടന്ന് ഓടും, അല്ലാത്ത ആൾക്കാരെ എല്ലാം ഞങ്ങൾ സംരക്ഷിക്കും. കാരണം ആ ഒരു സമയം എത്തിക്കഴിഞ്ഞു. കാരണം ഇനിയും അവരെ അമേരിക്ക അതുപോലത്തെ കൺട്രീസിനെ നമ്മുടെ മേളിൽ വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ ഇല്ലാതാക്കും. അപ്പൊ അതിനു മുമ്പ് നമുക്ക് അവരെ ഇല്ലാതാക്കണം.